ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് SITയുടെ അന്വേഷണത്തിൽ പലവിധ സംശയങ്ങളും പലവിധ ആശങ്കകളൊക്കെ പുറത്ത് പ്രതിപക്ഷമടക്കം പ്രകടിപ്പിച്ചപ്പോഴും ഹൈക്കോടതി ഇന്നലെയും ആവർത്തിച്ച് പറഞ്ഞത് പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം കിട്ടുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ കേസ് അന്വേഷണത്തിന് ആശങ്കയുണ്ടാക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും നമുക്കറിയാം, ഇക്കഴിഞ്ഞ ഒക്ടോബർ 17-ാം തീയതിയാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കേരളം അതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു കൊള്ളയിൽ ആദ്യ പ്രതിയായി എന്ന രീതിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. ദേവസ്വം വിജിലൻസിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച ശേഷം SIT ആദ്യം തന്നെ പോയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് ചെയ്യാനാണ്. അങ്ങനെ കിളിമാനൂരിലെ വീട്ടിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഞെട്ടിക്കുന്ന പല വിവരങ്ങളും പുറത്തേക്ക് വരുന്നത്. നമുക്കറിയാം, അതിനുശേഷം മുരാരി ബാബുവിൽ തുടങ്ങി A പത്മകുമാറും കടന്ന് ഏറ്റവും ഒടുവിലെത്തി നിൽക്കുന്ന ആൾ വരെ നീളുന്ന ആ പ്രതിപട്ടികയിൽ ഇപ്പോൾ നാലാമതായിട്ടാണ് ജാമ്യം കിട്ടി ജയിലിന് പുറത്തേക്ക് വരുന്ന നാലാമത്തെ ആളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ളതും ഏറ്റവും ഗൗരവമുള്ള കാര്യം. അതിൽ മുൻപ് ജാമ്യം ലഭിച്ച ഓരോരുത്തർ, മുരാരി ബാബു ആണെങ്കിലും സുധീഷ് കുമാർ ആണെങ്കിലും ശ്രീകുമാർ ആണെങ്കിലും അവർക്കെല്ലാം ജാമ്യം ലഭിക്കാൻ ഇടയാക്കിയത് കുറ്റപത്രം സമർപ്പിക്കാനുള്ള വൈകൽ തന്നെയാണെന്നുള്ള കാര്യം കൊല്ലം വിജിലൻസ് കോടതി തന്നെ പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. പ്രതിഭാഗ അഭിഭാഷകരും സമാനമായ വാദങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തിയത്. മാത്രമല്ല, ഇനി ഇക്കാര്യത്തിൽ നിർണായകമായിട്ടുള്ള പല ചോദ്യങ്ങളും അവിടെ ഉയരുകയും ചെയ്യും. അതിലൊന്നാമത്തെ കാര്യം, നിലവിൽ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള പ്രധാനപ്പെട്ട പ്രതികൾ പുറത്തേക്ക് വരുമ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ ഇനിയുള്ള അന്വേഷണം ഏത് വിധത്തിൽ നടക്കും? രണ്ടാമത്തേത്, ED പുറത്തുണ്ട് എന്നുള്ളതും ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. ഉണ്ണികൃഷ്ണൻ പോറ്റി SITയുടെ പിടിയിൽ നിന്ന് അല്ലെങ്കിൽ ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പോലും EDയുടെ കണ്ണ് അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മേലെയുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാമ്പത്തിക ഇടപാടുകളുടെ പൂർണ്ണ വിവരങ്ങൾ ED ഇതിനോടകം തന്നെ ശേഖരിച്ച് അന്വേഷണം നടത്തി വരികയുമാണ്. എന്തായാലും SITയെ സംബന്ധിച്ച് തിരിച്ചടിയാണോ എന്ന് ചോദിച്ചാൽ ഇന്നലെ ഹൈക്കോടതി ചില പരാമർശങ്ങൾ നടത്തിയ പശ്ചാത്തലത്തിൽ അത് തിരിച്ചടിയാണെന്ന് വ്യാഖ്യാനിക്കാൻ കഴിയില്ല. പക്ഷേ വളരെ പ്രധാനപ്പെട്ട, കേരളം അതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു കൊടുംകൊള്ള കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിൽ ഹൈക്കോടതിക്ക് അറിയാവുന്ന പൊതുജനത്തിന് അറിയാത്ത കുറേയധികം കാര്യങ്ങൾ ഉറപ്പായും ഉണ്ടാകാം. കാര്യം ഈ പറയുന്ന അന്വേഷണ പുരോഗതി റിപ്പോർട്ടൊക്കെ പരിശോധിച്ച് ദേവസ്വം ബെഞ്ചിനാണ്. പക്ഷേ പൊതുജനത്തിന് അറിയാവുന്ന കാര്യം ഇപ്പോഴും ഇതിന്റെ തൊണ്ടി കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ക്രൈമിന്റെ സ്വഭാവം എന്താണ് എന്ന് പോലും ക്ലാരിഫൈ ചെയ്യാൻ SIT കഴിയുന്നില്ല എന്നുള്ളതാണ്.